ജനവാസമുള്ള മേഖലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കരവളം പഞ്ചായത്തിലെ കാച്ചാണി വാർഡ് 10ാം വാർഡിലെ ക്രാവക്കുണം മാടവനത്തോട്. മുമ്പ് ഞങ്ങൾ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ വെള്ളം കുടിക്കുക വരെ ചെയ്തിട്ടുള്ള തോടാണ്. കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന തോടായിരുന്നു ഇത്. ഇപ്പോൾ ഇതിലൂടെ ഡ്രെയിനേജാണ് ഒഴുക്കി വിടുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരവളം പഞ്ചായത്തിലും ഹെൽത്ത് സെൻ്ററിലും എല്ലാം പരാതി കൊടുത്ത് അവർ വന്ന് അതിന് നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും കയറി പറഞ്ഞ് അതിൻ്റെ നിർത്തിവെച്ചിരുന്ന സമയത്താണ് ഇപ്പം വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും അത് ഒഴുക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ തോടിൻ്റെ സൈഡിൽ ക്യാൻസർ പേഷ്യൻറ്റുകളും ശ്വാസമുട്ടുകാരും കൊച്ചു കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ട, ഇതാണ് ഞങ്ങൾക്കുള്ള വഴി പോലും ഒരു ജനസഞ്ചാരമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. വർഷത്തിലൊരിക്കൽ പോലും ഈ തോടൊന്ന് വൃത്തിയാക്കുകയോ വഴിയൊന്ന് വൃത്തിയാക്കിയിടുകയോ പഞ്ചായത്തുകാർ ചെയ്യാറില്ല. ഞങ്ങൾ മനുഷ്യജീവികളല്ലേ ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഇതാണ്. പഞ്ചായത്തിൽ നിന്ന് ഈ വഴിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് കുറച്ച് ദൂരം വന്നപ്പോൾ അത് നിർത്തിവെച്ചു. ഞങ്ങൾ ഈ വഴിയിൽ അസുഖമുള്ള ആൾക്കാരൊക്കെ രാത്രിയൊക്കെ അസുഖമായി കഴിഞ്ഞാൽ തലയിൽ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകരെല്ലാം ഇത് അധികാരികളിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതേ ഞങ്ങൾക്ക് ഇനി മാർഗമുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ അധികാരികളുമായിട്ട് നേരിട്ട് ഇടപെട്ടിട്ട് ഇതിനുള്ള ഒരു പരിഹാരവും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. കണ്ട, വഴിയല്ല ഇതാണ്. നമുക്ക് മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ നമുക്കിതുവഴി നടക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ തോട് നിറഞ്ഞിട്ട് ഈ വഴിയിലൂടെയാണ് ഒഴുകുന്നത്. നാറ്റം കൊണ്ട് ഇതിലൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ നേരിട്ട് ഞാൻ ചെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് എല്ലാം പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇത് ഒഴുക്കി വിടുന്നത് ഞങ്ങളുടെ വാർഡിൽ നിന്നല്ല, അരുവിക്കര വാർഡിലൊരു പഞ്ചായത്ത് ഇതിൽ നിന്നാണ് ഒഴുക്കി വിടുന്നത്. ഞങ്ങളത് പോയെല്ലാം നോക്കിയതാണ്. അവരോട് എല്ലാ കാര്യങ്ങളും പറയുകയും അവരെല്ലാം ചെയ്യാമെന്ന് പറയുകയും ചെയ്തിട്ട് ഇപ്പം വീണ്ടും അവർ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിയപ്പോൾ അവർ ഒഴുക്കി വിട്ടു. കണ്ടോ, ഞങ്ങളുടെ വഴി ഇതാണ്. ഇതുവഴിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നടന്നു പോകുന്നത്. കണ്ടോ, പാമ്പും പഴുതാരയും എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്നെന്ന് പറയാം, അത്രയേ ഉള്ളൂ. കണ്ടോ, തോടിൻ്റെ ഉള്ളിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാട് വളർന്നു കിടക്കുന്നത്. കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി നടക്കാനൊന്നും പറ്റില്ല. കാരണം തോടിങ്ങനെ നിറഞ്ഞിട്ട് ഈ ഡ്രെയിനേജും വേസ്റ്റും എല്ലാം കൂടെ ഇങ്ങനെ വഴിയിലോട്ടങ്ങ് നിറഞ്ഞ് മറിയും. പിന്നെ നമുക്ക് ആ മഴ തീർന്ന ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുള്ളൂ. അത്ര ബുദ്ധിമുട്ടിയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പഞ്ചായത്തിൽ നമ്മളെ മെമ്പറോടെല്ലാം പറഞ്ഞു. പക്ഷേ മെമ്പറെ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇങ്ങനെ ഒരു കാച്ചാണി വാർഡിൽ ഇങ്ങനെ ഒരു മെമ്പർ ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഞങ്ങളിപ്പം ജീവിക്കണത്. എന്താവശ്യത്തിന് വിളിച്ചാലും അവർക്ക് വരാൻ സമയമില്ല. ഉഷയെന്നാണ് അവരുടെ പേര്. ഒരാവശ്യത്തിന് വിളിച്ചാലും അവർക്ക് വരാൻ സമയമില്ല. ഒന്നും നോക്കുകയില്ല, അവനൊരു പരിഹാരം ഉണ്ടാക്കുകയില്ല. ഇത് കണ്ടോ, തോടിന് ഉള്ളിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കാരണം രണ്ട് സൈഡിൽ നിന്നും കാട് വളർന്നിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. തോട് കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് കണ്ട. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാത്തത്. കണ്ട, ഇതിനൊരു പരിഹാരം ചെയ്തു തരാൻ പ്രേക്ഷകരെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്കത് വലിയൊരു സഹായമായിരിക്കും. കാരണം അല്ലാതെ ഞങ്ങൾ അധികാരികളെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. കണ്ടോ,
ഇങ്ങനെ ഈ ട്രെയിനെയൊക്കെ ഒരുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ അസുഖമുള്ള ആൾക്കാരൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞതാ. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സഹായിക്കുകയും വേണം.